വ്യക്തവും കൃത്യവുമായ കണക്കുമായി ഇപ്പോൾ യോഗേന്ദ്ര യാദവ് എത്തി. കൃത്യമെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ നിഗമനങ്ങളാണ്. അദ്ദേഹം ആമുഖമായി പറയുന്നുണ്ട്, ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും എക്സിറ്റ് പോൾ നടത്തിയില്ല, വേറെ എന്തെങ്കിലും തരത്തിലുള്ള സംഗതികളൊന്നും ചെയ്തില്ല, എൻ്റെ അനുഭവ സമ്പത്തിൽ നിന്ന് ഞാൻ ഗ്രാമങ്ങളിലൂടെ മാസങ്ങളോളം സഞ്ചരിച്ച നിഗമനങ്ങളിൽ നിന്നാണ് താൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇനി വോട്ടെണ്ണാൻ ദിവസങ്ങൾ ബാക്കിയിരിക്കെ ചില കണക്കുകളുമായി യോഗേന്ദ്ര യാദവ് രംഗത്തെത്തി. അദ്ദേഹത്തിൻ്റെ അന്തിമ നിഗമനം ഇങ്ങനെയാണ്: ഇപ്പോഴത്തെ സ്ഥിതിയിൽ BJPക്ക് പരമാവധി കിട്ടാവുന്ന സീറ്റ് 240 മുതൽ 260 വരെ, NDA ഘടകകക്ഷികൾക്ക് കിട്ടാവുന്നത് 35 മുതൽ 45 വരെ. അങ്ങനെ വന്നാൽ പോലും അതിൽ വ്യക്തമായി അദ്ദേഹം പറയുന്നത്, ഒരിക്കലും BJPക്ക് തനിച്ച് ഭൂരിപക്ഷം കിട്ടില്ല. ചിലപ്പോൾ NDA മുന്നണി ചേർന്നാലും ഭൂരിപക്ഷത്തിലെത്താതെ വരും. ഇനി 2 ഘട്ടം പോളുകൾ കൂടി നടക്കാനുണ്ട്. അവിടെ അത്ഭുതങ്ങൾ സംഭവിച്ചാൽ ഇനിയും ഇത് മാറിമറയാം. എന്തൊന്നും അന്തിമമായി നടക്കുന്നതിന് മുമ്പ് നിഗമനങ്ങളുടെ കാലമാണ്. നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ രാജ്യത്തെ തിരഞ്ഞെടുപ്പ് കേവലം ആവേശത്തിൻ്റെ ഒരു സംഗതി മാത്രമല്ല. അതിലൊക്കെയും ബെറ്റിംഗ് ഉണ്ട്, ഇൻവെസ്റ്റേഴ്സിന് താല്പര്യമുണ്ട്, സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധമുണ്ട്, ബാങ്കിങ്ങുമായി ബന്ധമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിലെ ഓരോ നിഗമനങ്ങളും ഓരോ അഭിപ്രായങ്ങളും ചിലപ്പോൾ പറയുന്നവർ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ചർച്ച ചെയ്യപ്പെട്ടേക്കാം. ഇവിടെയാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത്, ഇന്ത്യ 2024 തിരഞ്ഞെടുപ്പ് ഓൾറെഡി ടേൺഡായി കഴിഞ്ഞു. എന്നിട്ടിപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളിൽ സംസ്ഥാനം തിരിച്ചും മേഖല തിരിച്ചുമുള്ള ചില കണക്കുകളുമായി രംഗത്ത് വന്നു. ഈ പറയുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളാണ്, കണക്കുകളാണ്. അദ്ദേഹം പറയുന്നത് സൗത്തിൽ കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി ഈ 3 മേഖലകൾ എടുത്താൽ തമിഴ്നാട്ടിലും വോട്ടിങ്ങിൻ്റെ BJPക്ക് ലഭിക്കുന്ന വോട്ട് ശതമാനം കൂടും, കേരളത്തിലും കൂടാം. പക്ഷേ ഈ 3 സംസ്ഥാനങ്ങളും കൂടി എടുത്തു നോക്കിയാൽ BJPക്ക് പരമാവധി 2 സീറ്റ് അധികം കിട്ടാം, ഘടകകക്ഷികൾക്ക് 2 എണ്ണവും കിട്ടാം. എന്ന് പറഞ്ഞാൽ 4 സീറ്റിൻ്റെ എഡ്ജാണ് അതിൽ പറയുന്നത്. അതെവിടെ നിന്നാണ് ആ നിഗമനം എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹവും വ്യക്തമാക്കിയിട്ടില്ല. കേരളമാണോ, തമിഴ്നാടാണോ, പോണ്ടിച്ചേരിയാണോ, ഏതായാലും 2 കൂടാമെന്നാണ് പറയുന്നത്. ആന്ധ്ര, അദ്ദേഹത്തിൻ്റെ നിഗമനം, അവിടെ BJPക്ക് 3 സീറ്റ് കൂടാം. അവിടെ ആൻറ്റി ഇൻകുംബൻസി ഉണ്ട്, കോൺഗ്രസ് അത് നേടാനുള്ള സംഘടനാ ശക്തിയില്ല. അതുകൊണ്ട് തന്നെ 12 സീറ്റോളം ഘടകകക്ഷികൾക്കും NDA ഘടകകക്ഷികൾക്കും കൂടാം. അവിടുന്ന് നേരെ ഒഡീഷയിലെത്തുമ്പോൾ അവിടെ 8 സീറ്റായിരുന്നു BJPക്ക് ഓൾറെഡി ഉള്ളത്. അത് 4 സീറ്റ് കൂടി കൂടാം. ഘടകകക്ഷിക്ക് ഒരു 4 സീറ്റും അധികം വരാം. ഒഡീഷയിൽ BJPക്ക് 8 സീറ്റാണുള്ളത്, അതൊരു 4 സീറ്റും കൂടി കൂടാം. അപ്പോൾ പുള്ളി സൗത്തും ഈസ്റ്റും കൂടി ചേർത്ത് ഈ പറയുന്ന കേരള, ആന്ധ്ര, തെലുങ്കാന, ഒഡീഷ ഇത്രയും ചേർത്ത് പറയുന്നത് BJPക്ക് 13 സീറ്റ് കൂടാം, അലൈസിന് 14 സീറ്റും കൂടാം. എന്നാൽ കർണാടകയിലേക്ക് എത്തുമ്പോൾ 13 സീറ്റെങ്കിലും കഴിഞ്ഞ തവണ നേടിയതിൽ നിന്ന് BJPക്ക് നഷ്ടപ്പെടാം. എന്ന് പറയുമ്പോൾ കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി, ആന്ധ്ര, തെലുങ്കാന, ഒഡീഷ ഈ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൂടി നേടുന്ന ഗെയിൻ അത് കർണാടകയിലെത്തുമ്പോൾ തുല്യമാകാം എന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്ക്. പിന്നെ വെസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പുള്ളി വിലയിരുത്തുന്നത് അവിടെ പ്രത്യേകമായ വലിയ നേട്ടമോ വലിയ കുറവോ ഉണ്ടാവില്ല, ചെറിയ മാർജിനൽ വ്യത്യാസം. അതുകൊണ്ട് തന്നെ അവിടെ സ്റ്റാറ്റസ് കോ ആണ് പുള്ളി പറയുന്നത്. നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോഴും കഴിഞ്ഞ തവണ അവിടെ പരമാവധി സീറ്റ് BJP പിടിച്ചു കഴിഞ്ഞു. ഇനി അതിൽ കുറയാനുള്ള സാധ്യതയേ ഉള്ളൂ, എങ്കിലും കുറയുന്നു എന്ന് അദ്ദേഹം വിലയിരുത്തുന്നില്ല. അതും സ്റ്റാറ്റസ് കോ നിലനിൽക്കുമെന്ന് പറയുന്നു. അപ്പോൾ പുള്ളി സൗത്ത് ഇന്ത്യ മുഴുവനും ഈസ്റ്റും നോർത്ത് ഈസ്റ്റും എല്ലാം കൂടി ചേർത്തിട്ട് ഗെയിൻ മൈനസ് ലോസ് എന്ന് പറയുന്നത് BJPക്ക് 0. അതായത് ഒന്നും അധികം കിട്ടാൻ പോകുന്നില്ല. അലൈസിനെ സംബന്ധിച്ചിടത്തോളം 15 സീറ്റ് അധികം കിട്ടാം. അത് അദ്ദേഹം പോണ്ടിച്ചേരിയും
ഒരുപക്ഷെ ആന്ധ്രയും ചേർത്തായിരിക്കും പറയുന്നതെന്ന് നമുക്ക് കരുതാം. ഇതാണ് അവിടുത്തെ പിക്ചർ. മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് കൃത്യമായി അവിടെ ഒരു ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായ ഒരു സ്വിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് അവിടെ 5 സീറ്റ് കുറയാം, അലൈസിനവിടെ 15 സീറ്റ് കുറയാം, രാജസ്ഥാനിൽ 10 സീറ്റോളം അവിടെ ബി ജെ പിക്ക് നഷ്ടപ്പെടാം. എങ്കിലും ഈ രാജസ്ഥാൻ, ഗുജറാത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് അദ്ദേഹം ഒരു +6 സീറ്റാണ് അവിടെ പ്രവചിക്കുന്നത്. എന്നിട്ട് മധ്യപ്രദേശ്, ഗുജറാത്ത്, ഛത്തീസ്ഗഡ് ഈ 3 സ്റ്റേറ്റുകൾ കൂടി ചേർത്താൽ, കഴിഞ്ഞ തവണ അവിടെയൊക്കെ ആകെയുള്ള 100 സീറ്റുകളിൽ 97 നേടിയത് ബി ജെ പി ആണ്. ഈ 3 സ്ഥലങ്ങളിൽ കൂടി 10 സീറ്റെങ്കിലും ബി ജെ പിക്ക് കുറയാമെന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്ക്. ഹരിയാന, ഡൽഹി ചേർത്ത് പറയുമ്പോൾ അവിടെയും കഴിഞ്ഞ തവണ ഒരു 99% ബി ജെ പിക്കായിരുന്നു. ഹരിയാനയിൽ ക്ലീൻ സ്വീപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ അവിടെ കർഷക പ്രശ്നവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമുണ്ട്. അതുകൊണ്ട് ഹരിയാനയും ഡൽഹിയും ചേർത്ത് 10 സീറ്റ് കുറയാമെന്നാണ് അദ്ദേഹത്തിൻ്റെ കണക്ക്. പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ ഈ 3 സ്ഥലങ്ങളും കൂടി ചേർത്ത് 5 സീറ്റെങ്കിലും ബി ജെ പിക്ക് കുറയുമത്രേ. ഇനിയാണ് പുള്ളി വളരെ സാഹസികമായ ഒരു നിഗമനം നടത്തിയിരിക്കുന്നത്. യു പിയും ഉത്തരാഖണ്ഡും കൂടി ചേരുമ്പോൾ ഏതാണ്ട് 10 സീറ്റ് ബി ജെ പിക്ക് കുറയാമെന്നാണ് പറയുന്നത്. എന്നാൽ അവിടെയൊക്കെ ബി ജെ പി കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ നേടുമെന്ന് അഭിപ്രായപ്പെടുന്നവരും തുല്യമായിരിക്കുമെന്ന് പറയുന്നവരുമുണ്ട്. ബീഹാറിലേക്ക് എത്തുമ്പോൾ അവിടെയും ഒരു കൃത്യമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അവിടെ ബി ജെ പിക്ക് 5 സീറ്റ് കുറയുമെന്നും ഘടകകക്ഷികൾക്ക് 10 സീറ്റ് കുറയുമെന്നുമാണ് അവിടുത്തെ കണക്ക്. അപ്പോൾ ചുരുക്കത്തിൽ പുള്ളി പറയുന്നത് സൗത്തും ഈസ്റ്റും നോർത്ത് ഈസ്റ്റും എല്ലാം കൂടെ ചേർത്ത് പ്രത്യേകിച്ച് ഗെയിനൊന്നും ബി ജെ പിക്ക് ഉണ്ടാവില്ല. എന്നാൽ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നഷ്ടപ്പെടുന്ന കുറവ് വരുന്ന സീറ്റുകൾ, അത് ഹരിയാനയിലാകട്ടെ, ഡൽഹിയിലാകട്ടെ, മഹാരാഷ്ട്രയിലാകട്ടെ, രാജസ്ഥാനിലാകട്ടെ, മധ്യപ്രദേശിലാകട്ടെ, അതോടൊപ്പം തന്നെ യു പിയിലും അടക്കം കുറവ് വരുന്ന സീറ്റുകളുടെ എണ്ണം ബി ജെ പിക്ക് കുറയുമെന്നാണ് പുള്ളിയുടെ കണക്ക്. അങ്ങനെയാണ് പുള്ളി അവസാനം എത്തിച്ചേർന്നിരിക്കുന്നത്. ബി ജെ പിക്ക് പരമാവധി 260 സീറ്റ് വരെ കിട്ടാം. അത് താഴ്ന്ന് 240 വരെയും വരാം. എൻ ഡി എ ഘടകകക്ഷികൾക്ക്, എൻ ഡി എ അലൈസാണ് ഏറ്റവും വീക്കസ്റ്റ് പെർഫോമൻസ്. അവർക്ക് ഏറ്റവും കുറവ് 35 സീറ്റും കൂടിയാൽ പരമാവധി 45 സീറ്റും. അങ്ങനെ ചേർത്ത് വെക്കുമ്പോൾ തനിച്ചൊരിക്കലും ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടില്ലെന്നും ചിലപ്പോൾ എൻ ഡി എ ഘടകകക്ഷികൾ ചേർന്നാലും കിട്ടില്ലെന്നും, ഇനി അത് മാത്രവുമല്ല, ഇനി നടക്കാനിരിക്കുന്ന ഘട്ടങ്ങളിൽ യു പിയുണ്ട്, ബീഹാറുണ്ട്, ഹരിയാനയുണ്ട്, ഡൽഹിയുണ്ട്, പഞ്ചാബുമുണ്ട്. ഇവിടെയൊക്കെ ഇനിയും സ്വിംഗ് സംഭവിച്ചാൽ ഈ പറയുന്ന ടാലി ഇനിയും താഴേക്ക് പോയേക്കാം എന്നുള്ളതാണ് നിഗമനം. പൊതുവിൽ പുള്ളിയുടെ നിലപാട് എൻ ഡി എയുടെയും ബി ജെ പിയുടെയും നില താഴേക്കെന്നാണ്. എന്നാൽ പ്രശാന്ത് കിഷോറിൻ്റെ നിലപാട് കഴിഞ്ഞ വർഷത്തെ ടാലിയോ അതിൻ്റെ പരിസരത്തോ ആയിരിക്കുമെന്നതാണ്. കാത്തിരിക്കണം കുറച്ചുകൂടി ഉത്തരമാകാൻ.